പ്രേസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ മോഹിനി അശോകൻ, പൂമരുത്തുകുഴിയിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എൻ്റെ കഷ്ടതകൾ നീക്കിടുന്ന ദൈവം, എൻ്റെ ദുഃഖങ്ങൾ മാറ്റിടുന്ന ദൈവം, എൻ്റെ കഷ്ടങ്ങൾ നീക്കിടുന്ന ദൈവം, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും ദൈവം, എൻ്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്നെ മാറോടണയ്ക്കുന്ന സ്നേഹം. അതെ, ഏത് മുറിവാണേലും ആമേൻ കർത്താവിൻ്റെ കരം തൊട്ട് ആമേൻ ഹൃദയത്തിൻ്റെ വേദന, മനസ്സിൻ്റെ വേദന, ഒറ്റപ്പെടുത്തലിൻ്റെ വേദന, പൗലോസ് പറഞ്ഞതുപോലെ കൂട്ടുകാരും നാടും നാട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വെറുത്ത ആമേൻ ഓരോ ദൈവഭക്തനും പാടുവാൻ കഴിയും. ആ ദൈവം സകല വേദനയെയും ഉണക്കുന്ന ദൈവമാണ്, സകല ഭാരത്തെയും മാറ്റുന്ന ദൈവമാണ്. എനിക്കും അതേ പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിലും ഹല്ലേലൂയ 42-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു. അത് ആമേൻ ദൈവസന്നിധിയിൽ വായിക്കുന്നു. ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാൻ നീർത്തോടിലേക്ക് ചെല്ലുന്നത് അതിന് ദാഹം അങ്ങേയറ്റം ഉള്ള സമയത്താണ്. ആമേൻ. അത് ഒരു തുള്ളി വെള്ളം എവിടെ കിട്ടുമെന്ന് അലഞ്ഞ് തിരിഞ്ഞ് നീർത്തോട് കണ്ടുപിടിച്ച് അവിടെ ചെല്ലുമ്പം അത് കുടിക്കാതിരിക്കാൻ വന്യമൃഗങ്ങൾ, അതുപോലെ തന്നെ ആ നദിയിലുള്ള മൃഗങ്ങളെന്ന് വെച്ചാൽ മുതല, അങ്ങനെയുള്ള എത്രയോ ജീവിതങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലതുപോലെ അതിന് ദാഹം അടക്കി കുടിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്ര ദാഹത്തോടെ ആമേൻ ഈ ഭൂമിയിലെ ഒരു ദൈവഭക്തന് പറയാൻ കഴിയും. ആമേൻ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ വിടാൻ കഴിയാതെ, ദൈവത്തിനോട് അടുക്കാൻ കഴിയാതെ എത്ര പീഡകളാണ് അവരനുഭവിക്കുന്നതെന്നറിയാവോ? ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ എനിക്ക് വന്നിട്ടുണ്ട്. ആമേൻ. ആ 42-ാം സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ 7-8 വാക്കുകൾ ഇങ്ങനെ പറയുന്നു. നിൻ്റെ നീർച്ചാട്ടുകളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു, നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. ദൈവം അറിഞ്ഞിട്ടും ചില കഷ്ടതകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. യഹോവേ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെയെന്ന്. ഹല്ലേലൂയ. എത്ര കഷ്ടത വന്നാലും, എത്ര ക്ലേശങ്ങൾ വന്നാലും, രോഗം വന്നാലും, ഭാരം വന്നാലും, ഒരു ദൈവഭക്തൻ ആമേൻ സമയം നോക്കാതെ, സന്ദർഭം നോക്കാതെ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എനിക്കും എൻ്റെ ദൈവത്തെ പാടി സ്തുതിപ്പാനും ഈ ദൈവത്തെ എൻ്റെ ദൈവം എന്ന് പറയുവാനും ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. എന്നാൽ ചുരുക്കമായി പറയുകയാണ്. സത്യവേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ സത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുവാനും, ഹല്ലേലൂയ തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനും, മൃത്യുവിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കുവാനും ഒരു ദൈവമുണ്ടെങ്കിൽ അതെൻ്റെ യേശു ക്രിസ്തുവാണെന്ന് ആമേൻ എൻ്റെ തമ്പുരാൻ്റെ ഈ തിരുവചനം, ഈ തിരുപ്പെട്ടകം വിളിച്ചു പറയുന്നു. ഈ സത്യവേദ പുസ്തകം, ഈ വേദപുസ്തകമാണ് എൻ്റെ ദൈവം. ഈ വേദപുസ്തകത്തിൽ എൻ്റെ കർത്താവുണ്ട്. ആമേൻ. വചനം ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ പെട്ടകം പറയുന്നത്, ഈ വചനം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് നിത്യദൈവം, സത്യദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ നിങ്ങളെയും സ്നേഹത്തോടെ ഞാൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഈ യേശുവിലേക്ക് തിരിയാൻ മറ്റൊരു മാർഗവുമില്ല. യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ആമേൻ. നിങ്ങളെ
ഹല്ലേലൂയ ഏത് പ്രയാസത്തിൽ ഈ മാനിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഒന്ന് കയറി കിടക്കാൻ എത്രയോ ഭാരങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. മാറാത്ത രോഗങ്ങൾ, മാറാത്ത ആമേൻ ഭാരങ്ങൾ, മാറാത്ത മുറിപ്പെടുത്തുന്ന വേദനകൾ ആമേൻ സഹോദരങ്ങളാലെ ആമേൻ കൂട്ടുകാരാലെ ദേശക്കാരാലെ ഒക്കെ അനുഭവിക്കുമ്പം എൻ്റെ ദൈവത്തിൻ്റെ മാറിലേക്ക് ചാരിയാൽ രാത്രിയുടെ സമയം യാമങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് പറഞ്ഞാൽ ആമേൻ ഏത് പ്രയാസത്തിനും എൻ്റെ യേശു മതിയായവനാണ്. അതുകൊണ്ട് മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷപ്പെടണമോ രക്ഷിക്കപ്പെടണമോ യേശുവാണ് ഏക സത്യ നിത്യദൈവം. ഈ ദൈവം എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. മടിക്കാതെ കടന്നു വാ. യേശു രക്ഷകനാണ്. യേശുവാണ് രക്ഷകൻ. യേശു അല്ലാതില്ലേ ഒരു രക്ഷകൻ. ഈ ദൈവം എൻ്റെ രക്ഷകൻ എന്ന് പറയുവാൻ, എൻ്റെ കുടുംബത്തെ രക്ഷിച്ച, എന്നെ രക്ഷിച്ച ആമേൻ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയും. എന്നെ കർത്താവ് എന്നെയും തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവല്ലാതില്ലൊരു രക്ഷകൻ. കഷ്ടവും ഭാരവും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴും ഈ ദൈവം ആമേൻ നമ്മളെ താങ്ങി നടത്തും. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പാവങ്ങൾ നീക്കിടുന്ന ദൈവം, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ പാവങ്ങൾ പോക്കുകയാണ്. എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. എൻ്റെ ആത്മാവിന് ആനന്ദമേകി എന്നെ മാർവോട് ചേർക്കുന്ന ദൈവം, ഹല്ലേലൂയ. സകല ജീവനും മരിച്ച് മൺമറഞ്ഞു പോകുമ്പോൾ മനുഷ്യന് മാത്രം ആമേൻ എല്ലാ ജീവജാലങ്ങളും ചത്തൊടുങ്ങുമ്പോൾ മനുഷ്യനെ ആത്മാവ് കൊണ്ട് നശിപ്പിച്ച് കളയരുത്. നിൻ്റെ ആത്മാവിനെ ആമേൻ നഷ്ടപ്പെടുത്തരുത്. നിൻ്റെ ആത്മാവിനെ നിത്യതയെന്ന് പറയുന്നതൊന്നുണ്ട്. അത് സകല വേദവും വിളിച്ചു പറയുന്നു, സകല പുസ്തകങ്ങളും വിളിച്ചു പറയുന്നു, നിത്യതയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ നിത്യരാജാവിനെ, നിത്യജീവനെ കരസ്ഥമാക്കാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ സ്നേഹത്തോടെ സഹോദര സഹോദരി നിങ്ങളോട് പറയുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, 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 ആമേൻ.